ഈസ്റ്റ് തിമോർ എന്ന ദക്ഷിണേഷ്യൻ രാജ്യത്തിന്റെ ഉൾനാടുകളിലൂടെ സഞ്ചാരം തുടരുകയാണ്. ഗ്രാമക്കാഴ്ചകൾ കണ്ടുകൊണ്ടുള്ള ദീർഘമായ യാത്ര. ജോൺ ആണ് ഡ്രൈവർ. പിന്നിൽ പ്രേമമുണ്ട്, തമിഴ്നാട്ടുകാരൻ. വരുന്ന വഴിയിൽ നിരവധി മലകൾ കയറി ഇറങ്ങിയിരുന്നു. കടൽ തീരങ്ങൾ പിന്നിട്ടു. ഇപ്പോൾ കുറേ ദൂരം നെൽവയലുകളാണ്. ഈ ഭാഗമൊക്കെ സമതല പ്രദേശങ്ങളാണ്. നെൽവയലുകൾ ധാരാളമുണ്ട്. വയലുകളുടെ ഓരങ്ങളിൽ കരിമ്പനകളാണ്. കൃഷിയില്ലാത്ത തരിശായി കിടക്കുന്ന ഭൂമികളാണ് കൂടുതലും. അതുപോലെ കടൽ തീരങ്ങളിലൂടെ പോകുമ്പോഴും കരിമ്പനകൾ കുറേയേറെ കാണാം. ഈ കരിമ്പനയുടെ തടിയിൽ നിന്നുള്ള ഒരു വിഭവം ഇവർ ഭക്ഷണത്തിനായി ഉപയോഗിക്കുന്നുണ്ട്. നമ്മുടെ നാട്ടിലൊക്കെ പണ്ട് പനങ്കഞ്ഞി ഉണ്ടാക്കിയിരുന്നത് പോലെ. വണ്ടി ഒരിടത്ത് നിർത്തി. ഇവിടെ ഒരു ഗ്രാമമാണ്, വേമാസി എന്ന ഗ്രാമം. ഇനി ഏതെങ്കിലും ഒരു ഗ്രാമം വന്നാൽ അവിടെ വണ്ടി നിർത്തണമെന്നും നമുക്ക് അവിടെയൊന്നിറങ്ങി ചിത്രീകരിക്കണമെന്നും ഞാൻ നേരത്തെ ജോണിനോട് പറഞ്ഞിരുന്നു. വഴിയോരത്ത് പുല്ല് തിന്ന് നടക്കുന്ന ആട്ടിൻപറ്റങ്ങൾ. ആടിനെ മേയിച്ചു നടക്കുന്ന 2 കുട്ടികളും ഇവിടെയുണ്ട്. ആ പയ്യനോട് ഞാൻ ഇംഗ്ലീഷിൽ ചില കാര്യങ്ങളൊക്കെ ചോദിച്ചു നോക്കി. അവന്റെ പേരെന്താണെന്നും പഠിക്കുന്നുണ്ടോ എന്നും ഒക്കെ ചോദിച്ചിട്ട് അവന് മനസ്സിലായ ലക്ഷണമില്ല. ഇംഗ്ലീഷ് അറിയില്ല. വേമാസി എന്നാണ് ഈ ഗ്രാമത്തിന്റെ പേരെന്ന് ജോണാണ് പറഞ്ഞു തന്നത്. ജോണിന് കുറേശ്ശെ ഇംഗ്ലീഷ് മനസ്സിലാകുന്നുണ്ട്. മൂത്ത പയ്യൻ ആടിനെ കല്ലെറിഞ്ഞോടിച്ച് വീട്ടിലെ കൂട്ടിലേക്ക് കൊണ്ടുപോകാൻ തുടങ്ങുകയാണെന്ന് തോന്നുന്നു. ഈ ഗ്രാമത്തിൽ 10-40 വീടുകളുണ്ട്. റോഡിന്റെ 2 വശങ്ങളിലുമായിട്ടാണ് ഈ ഗ്രാമം കിടക്കുന്നത്. പല വീടുകളും തകരം മേഞ്ഞതാണ്. മറ്റു വീടുകൾ ഓല മേഞ്ഞതായിരിക്കും. ഞാൻ ഗ്രാമത്തിന്റെ ഉള്ളിലേക്കൊന്നു നടന്നു. ഈ ഗ്രാമത്തിലെ വീടുകളിൽ പലതും കുറച്ചൊക്കെ പുരോഗതി വന്നു തുടങ്ങിയതാണ്. രാജ്യത്തിന്റെ ഓരോ ഭാഗത്തും വ്യത്യസ്ത രീതിയിലുള്ള പരമ്പരാഗതമായ കെട്ടിട നിർമ്മാണ ശൈലി നിലനിൽക്കുന്നുണ്ട്. എല്ലായിടത്തും മുള, മരം, പനയോല, പുല്ല് തുടങ്ങിയ പ്രകൃതിദത്ത വസ്തുക്കൾ ഉപയോഗിച്ചാണ് വീടുകൾ നിർമ്മിക്കുന്നത്. മിക്കവാറും എണ്ണത്തിന്റെ മേൽക്കൂര ഓല മേഞ്ഞതായിരിക്കും. ചുവരുകൾ ഉണ്ടാക്കുന്നത് പനയോല തണ്ടുകൊണ്ടോ മെടഞ്ഞെടുത്ത മുള കൊണ്ടോ ഒക്കെയാണ്. നല്ല വായുസഞ്ചാരം ലഭിക്കുന്ന ഇത്തരം വീടുകളുടെ ഉള്ളിൽ ഏത് സമയത്തും നല്ല തണുത്ത അന്തരീക്ഷമായിരിക്കും. ഇവിടെ ഒരു വീടിന്റെ തിണ്ണയിൽ ഒരു സ്ത്രീ നിൽക്കുന്നുണ്ട്. അവരെ ചിത്രീകരിക്കുന്നത് ഇഷ്ടമാകുന്നുണ്ടോ എന്നെനിക്കറിയില്ല. പ്രസന്നഭാവമായതുകൊണ്ട് ഞാൻ ധൈര്യപൂർവ്വം ചെന്ന് പേര് ചോദിച്ചു. അന്തോണിയ എന്നാണ് ഇവരുടെ പേര്. അന്തോണിയായുടെ വീടാണിത്. വീടിന് 2 ഭാഗങ്ങളുണ്ട്. ഒന്ന് അടുക്കളക്കെട്ടാണ്. ജോലി എന്താണെന്ന് അവരോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, പ്രത്യേകിച്ച് ജോലിയൊന്നുമില്ല. ഭർത്താവിന്റെ വരുമാനത്തിലാണ് അന്തോണിയയും 3 മക്കളും ജീവിക്കുന്നത്. ഈ വീടുകളുടെയൊക്കെ ചുവരുകൾ പനന്തണ്ടുകൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. മേൽക്കൂര പനയോലയും. അല്പം ഉയർന്ന ഭൂപ്രദേശമാണിവിടം. സമുദ്രനിരപ്പിലല്ല. അതുകൊണ്ട് ഇവിടുത്തെ വീടുകൾക്ക് വ്യത്യസ്തമായ സ്വഭാവമാണ്. കടൽ തീരങ്ങളിലുള്ള വീടുകളുടെ ഒരു ശൈലിയല്ല മലമുകളിലുള്ള വീടുകൾക്ക്. പണ്ടൊക്കെ കടൽ തീരത്തെ വീടുകൾ തൂണുകളിലാണ് ഉയർത്തി നിർത്തിയിരുന്നത്. വെള്ളപ്പൊക്കത്തിൽ നിന്ന് രക്ഷ നേടാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്തിരുന്നത്. ഇവിടെ മലമ്പ്രദേശങ്ങളിലൊക്കെ ഭൂനിരപ്പിൽ തന്നെയാണ് കെട്ടിടം പണിയുന്നത്. തറ കുഴമണ്ണുകൊണ്ട് മെഴുകിയതാണ്. പ്ലാസ്റ്റിക് കസേരകളാണ് ആകപ്പാടെയുള്ള ഫർണിച്ചർ. ഇപ്പോൾ നമ്മൾ കണ്ട വീടിന്റെ പാചകപ്പുരയാണ് ഈ കാണുന്നത്. അതിന്റെ തിണ്ണയിൽ ഒരു അമ്മൂമ്മയും കൊച്ചുമകളും ഇരിക്കുന്നുണ്ട്. അമ്മൂമ്മയെ പരിചയപ്പെടാൻ ഞാൻ ഒരു ശ്രമം നടത്തി. പേര് ചോദിച്ചു. കൂടെ ഉണ്ടായിരുന്ന പ്രേം ട്രാൻസ്ലേറ്റ് ചെയ്തു. കൊച്ചുമകളാണ് പേര് പറഞ്ഞു തന്നത്. ആഞ്ചലീന എന്നാണത്രേ അമ്മൂമ്മയുടെ പേര്. കൊച്ചുമകളുടെ പേര് ഞാൻ ചോദിച്ചു. അവളുടെ പേര് അപ്ലോണിയ എന്നാണ്. സ്കൂളിൽ പഠിക്കുന്ന പ്രായം കഴിഞ്ഞതായിട്ട് തോന്നുമെങ്കിലും ഹൈസ്കൂളിലെത്തിയിട്ടേ ഉള്ളൂ. അതുകൊണ്ട് ജോലിക്കൊന്നും പോകുന്നില്ല. ഞായറാഴ്ച ആയതുകൊണ്ട് ഇന്ന് അവധി ദിവസമാണ്. അപ്ലോണിയയ്ക്ക് 2 സഹോദരന്മാർ കൂടിയുണ്ട്. അവരാണ് നമ്മൾ ഇവിടെ വന്നിറങ്ങിയപ്പോൾ ആട് മേയ്ക്കുന്നത് കണ്ടത്. ഈ അമ്മൂമ്മയും അമ്മൂമ്മയുടെ തലമുറയിലുള്ളവരുമൊക്കെ വലിയ പ്രതിസന്ധിയുടെ കാലം കടന്ന് ഇവിടം വരെ എത്തിയവരാണ്. 1970കളിൽ ആഭ്യന്തര യുദ്ധം നടക്കുമ്പോൾ, ഗറില്ല ആക്രമണങ്ങൾ നടക്കുമ്പോൾ ഇവരുടെ നല്ല പ്രായമായിരുന്നു. ഈ ഗ്രാമീണ വീടുകളുടെ ഒക്കെ തിണ്ണയിൽ കാണുന്ന ഏറ്റവും വിലപിടിച്ച വസ്തു ജാറുകളിൽ നിറച്ചുവെച്ച പച്ചവെള്ളമാണ്. ഈ വീടിന്റെ പാചകപ്പുര അല്ലെങ്കിൽ അടുക്കള എന്ന് പറയുന്ന ഭാഗം തുറന്നു വിടർന്നു കിടക്കുന്നൊരു കെട്ടിടമാണ്. അതിനകത്ത് പാചകം തുടങ്ങിയിട്ടുണ്ട്.
ശുദ്ധജലം കന്നാസുകളിൽ കൊണ്ടുവന്ന് വളരെ വിലയേറിയ വസ്തു പോലെ ഉപയോഗിക്കുന്നു. 2 അടുപ്പുകളിലായിട്ട് എന്തൊക്കെയോ പാചകം നടക്കുന്നുണ്ട്. വൈകുന്നേരത്തേക്കുള്ള അരി തിളപ്പിക്കാനുള്ള പരിപാടിയാണെന്ന് എനിക്ക് തോന്നുന്നു. എല്ലാം വിറകടുപ്പുകളാണ്. ഇക്കാലത്ത് പ്രധാനമായിട്ടും അരിഭക്ഷണമാണ് ഇവർ കഴിക്കുന്നത്. എന്നാൽ പണ്ടുകാലത്ത് അങ്ങനെയല്ല. ഓരോ ഗോത്രവും ആ ഗോത്രങ്ങളുടെ ഭക്ഷണങ്ങളാണ് കഴിച്ചിരുന്നത്. ഈ നാട്ടുകാർക്ക് വിചിത്രമായൊരു സീസണുണ്ട്. ഹംഗറി സീസൺ എന്നാണ് അതറിയപ്പെടുന്നത്. അതായത് പട്ടിണിയുടെ ഒരു കാലഘട്ടം. വരൾച്ചയുടെ നാളുകളായ നവംബർ മുതൽ ഫെബ്രുവരി വരെയുള്ള മാസങ്ങളാണ് ഈ പട്ടിണി സീസൺ. പട്ടിണി സീസണിൽ പനംപൊടി കൊണ്ടുണ്ടാക്കുന്ന വിഭവങ്ങളാണ് ഇവരുടെ പ്രധാന ഭക്ഷണം. പനയുടെ കാമ്പ് കാർന്നെടുത്ത് ഉണക്കി പൊടിച്ച് ഒരു കഞ്ഞി പോലെ ഉണ്ടാക്കും. അതാണ് പനങ്കഞ്ഞി. നമ്മുടെ കേരളത്തിലും പട്ടിണി കാലഘട്ടത്തിൽ പനങ്കഞ്ഞിയാണ് ഉപയോഗിച്ചിരുന്നത്. തായ് കെട്ടിടത്തോട് ചേർന്ന് 2 വശത്തും ഇത്തരത്തിലുള്ള ചാർത്തുകൾ പണിതുവച്ചിട്ടുണ്ട്. ഓലമേഞ്ഞ ആ ഇറമ്പിൽ ഒരു മരത്തട്ടി ഉണ്ടാക്കി കട്ടിലായിട്ട് ഉപയോഗിക്കുന്നു. പുരുഷന്മാരായിരിക്കണം പുറത്തു കിടക്കുന്നത്. സ്ത്രീകളുടെ വാസയിടം അകത്തെ മുറികളായിരിക്കണം. മുറിയെന്നൊന്നും പറയാനില്ല. ചില തുണികളാണ് അതിനെ പാർട്ടീഷൻ ചെയ്യുന്നത്. മറ്റു ചില ഭാഗങ്ങൾ പനയോലത്തണ്ടും ഇടഞ്ഞ് മറച്ചിരിക്കുന്നു. ഒരു കട്ടിലിൽ ഒരു വിദ്വാൻ മൊബൈൽ ഫോണിൽ കളികളിലാണ്. പനയോല മേഞ്ഞതാണ് മിക്കവാറും എല്ലാ വീടുകളും. വീടിന്റെ മുറ്റത്ത് വലിയൊരു ഡിഷാൻഡിന സ്ഥാപിച്ചിട്ടുണ്ട്. അതാണ് ആധുനികതയുടെ ചിഹ്നം. തിമൂറിന്റെ നാഷണൽ ചാനലുണ്ട്. പണ്ട് ഇവിടുത്തെ ഗോത്ര സമൂഹങ്ങളിൽ ഒരു കുടുംബത്തിന് തന്നെ പല വീടുകളുണ്ടായിരുന്നു. ദൈവാരാധനയ്ക്കുള്ള ഒരു കുടിൽ, ഉറങ്ങുന്നതിന് ഉമാറ്റിഡോർ എന്നറിയപ്പെടുന്ന വേറൊരു കെട്ടിടം, ധാന്യങ്ങളും മറ്റും സൂക്ഷിക്കുന്ന ലോപ്പോ ലോപ്പോ എന്ന് പറയുന്നൊരു കുടിൽ, പലത് ചേർന്നതായിരുന്നു അക്കാലത്തെ ഒരു വീട്. ഇവിടെ ഒരു വേലിക്കെട്ടിനകത്തെ ഷെഡിലും പരിസരത്തുമായിട്ട് കുറെ ആടുകളെ പാർപ്പിച്ചിട്ടുണ്ട്. ഇവയെ കറന്ന് പാലെടുക്കുന്നു. മാംസത്തിനു വേണ്ടി ഉപയോഗിക്കുന്നുമുണ്ട്. 50-60 ആടുകളുടെ ഒരു കൂടാണിത്. ആടുവളർത്തൽ തിമൂറിലെ ഇത്തരം ചെറിയ ഗ്രാമങ്ങളിലെയൊക്കെ വലിയൊരു ഉപജീവന മാർഗമാണ്. ഭർത്താക്കന്മാർ മത്സ്യബന്ധനത്തിന് പോകുന്ന ഗ്രാമങ്ങളിലും മറ്റ് കൃഷിപ്പണിക്ക് പോകുന്ന ഗ്രാമങ്ങളിലുമൊക്കെ സ്ത്രീകളും കുട്ടികളും ആടിനെ വളർത്തുന്ന ജോലിയിൽ വ്യാപൃതരാകും. അതിലൂടെ അഡീഷണൽ ആയിട്ടൊരു വരുമാനം വീടുകളിലേക്ക് ലഭിക്കുകയും ചെയ്യും. വേമാസി വളരെ വിസ്തൃതമായൊരു ഗ്രാമമാണ്. നമ്മളീ കാണുന്നത് അതിന്റെ ചെറിയൊരു ഭാഗം മാത്രമാണ്. ഏതാനും കിലോമീറ്റർ നീളത്തിൽ വേമാസി ഗ്രാമമുണ്ട്. ഇവർ ഗോത്രസമൂഹങ്ങളായിട്ട് വസിച്ചിരുന്ന കാലത്ത് ഓരോ ആവശ്യത്തിനനുസരിച്ച് ചെറിയ ചെറിയ വീടുകൾ നിർമ്മിക്കുന്ന രീതി ഇവിടെ ഉണ്ടായിരുന്നു. പ്രസവം കഴിഞ്ഞ സ്ത്രീയെയും നവജാത ശിശുവിനെയും ആദ്യത്തെ ഒരു 40 ദിവസം ഒരു വട്ടക്കുടിൽ പോലുള്ളൊരു വീട്ടിലാണ് താമസിപ്പിച്ചിരുന്നത്. അമ്മയും കുഞ്ഞും ആ ചെറിയ കുടിലിൽ 40 ദിവസം താമസിക്കുന്നതിലൂടെ അവർക്ക് പ്രത്യേകമായൊരു ആരോഗ്യം കിട്ടും എന്നാണ് ഇവരുടെ വിശ്വാസം. ഞാനൊരു കറക്കം കഴിഞ്ഞ് വീണ്ടും ആഞ്ചലീന അമ്മൂമ്മയുടെ വീടിന് മുന്നിലെത്തി. അമ്മൂമ്മയ്ക്ക് കുറച്ച് $, കയ്യിൽ വെച്ചു കൊടുത്തു. വലിയ സന്തോഷമായി. വീണ്ടും അന്തോണിയയുടെ വീടിന് മുന്നിലേക്കെത്തുമ്പോൾ അന്തോണിയ മുറ്റത്ത് കസേരയിട്ട് ഇരിപ്പുറപ്പിച്ചിരിക്കുന്നു. ചുറ്റും കുറെ കുട്ടികൾ കൂടിയിട്ടുണ്ട്. ഇവരുടെ വീടിനോടനുബന്ധിച്ച് ഒരു കുരങ്ങു ഫാമും കൂടിയുണ്ട്. ഏതാനും കുരങ്ങന്മാരെ ഒരു കുറ്റിയിൽ കെട്ടിയിട്ടിരിക്കുകയാണ്. ഇവന്മാരെ എന്തിനാണ് വളർത്തുന്നതെന്ന് മനസ്സിലാകുന്നില്ല. ഒരു കൗതുകത്തിന് വളർത്തുന്നതാവാം. എല്ലാ ഗ്രാമത്തിലും ഇത്തരത്തിൽ ഓലമേഞ്ഞ ഒരു ഓപ്പൺ ഷെഡുണ്ടാകും. കുട്ടികൾക്കും പുരുഷന്മാർക്കുമൊക്കെ വന്ന് വിശ്രമിക്കാനും വെറുതെ ഇരിക്കാനുമെല്ലാമുള്ള സ്ഥലമാണ്. പോർച്ചുഗീസുകാരുടെ വരവോടെയാണ് ഇവിടുത്തെ പരമ്പരാഗത വീട് നിർമ്മാണ ശൈലിയൊക്കെ ഏതാണ്ട് അസ്തമിച്ചു തുടങ്ങിയത്. ഇപ്പോൾ വന്നുവന്ന് ആധുനിക കെട്ടിടങ്ങളുടെ ഒരു നിർമ്മാണ ശൈലിയിലേക്ക് ഗ്രാമങ്ങളിലെ വീടുകളുടെ നിർമ്മാണവും മാറിയിട്ടുണ്ട്. പലയിടത്തും പരമ്പരാഗത ഗോത്ര വീടുകൾ വെറും കാഴ്ചവസ്തുക്കൾ മാത്രമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഒരു ഗ്രാമത്തിൽ തന്നെ വീടുകളുടെ ഒരു പ്രദേശം കഴിഞ്ഞാൽ പിന്നെ കുറേ ദൂരം വെളിംപറമ്പുകളാണ്. വീണ്ടും ഗ്രാമങ്ങളുടെ ഒരു ചെറിയ കോംപ്ലക്സിലേക്ക് എത്തുന്നു. വീടുകൾ പലതും ആധുനിക രീതിയിലേക്ക് രൂപാന്തരപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട്. എന്നാൽ പുല്ലുമേഞ്ഞ അല്ലെങ്കിൽ ഓലമേഞ്ഞ വീടുകൾ ഇപ്പോഴും ഇത്തരം ഗ്രാമങ്ങളിലൊക്കെ കാണാം. വളരെ കാൽപ്പനികമായ ഭാവം നമുക്ക് തോന്നുമെങ്കിലും നാട്ടുകാർ അതിനെ അപരിഷ്കൃതമായിട്ട് തന്നെയാണ് കാണുന്നത്. എല്ലാ ഗ്രാമത്തിലും ഇത്തരത്തിലുള്ള ചെറിയ ചന്തയുണ്ടാകും. അവിടെ നിന്നാണ് അവർ ഭക്ഷ്യവസ്തുക്കളും പച്ചക്കറികളും എല്ലാം വാങ്ങുന്നത്.
വസ്ത്രങ്ങളും പാത്രങ്ങളും വീട്ടുപകരണങ്ങളുമൊക്കെ വാങ്ങാൻ ബൗക്കാവുവോ ദിലിയോ പോലുള്ള വലിയ പട്ടണങ്ങളിലേക്ക് പോകണം. വേമാസിയിലെ ഒരു ചന്തയാണ് കാണുന്നത്. നീണ്ട കെട്ടിടങ്ങളിലാണ് ചന്ത പ്രവർത്തിക്കുന്നത്. ഇത്തരം ഉൾനാടുകളിലെ കുട്ടികൾ നേരിടുന്ന വലിയൊരു വെല്ലുവിളിയുണ്ട്. പോഷകാഹാരത്തിന്റെ കുറവാണ് ആ പ്രശ്നം. പല ഗോത്രവിഭാഗങ്ങളിലും 5 വയസ്സിന് താഴെയുള്ള 60% കുട്ടികളും പോഷകാഹാരക്കുറവ് അനുഭവിക്കുന്നവരാണെന്നാണ് പഠനങ്ങൾ വ്യക്തമാക്കുന്നത്. നെൽവയലുകൾ ധാരാളമായി കാണുന്നുണ്ടെങ്കിലും ഇപ്പോഴും പട്ടിണി മാസങ്ങളിൽ പനംകഞ്ഞിയാണ് ഇവരുടെ പ്രധാന ആഹാരം. ബൗക്കാവുവിൽ നിന്ന് ദില്ലിയിലേക്ക് പോകുന്ന ബസ്സുകളെ പിന്നിട്ട് ഞങ്ങൾ കുറച്ചുകൂടി ജനവാസമുള്ള പ്രദേശങ്ങളിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. വിയറ്റ്നാം, ഫ്രാൻസ്, ബെൽജിയം, നെതർലാൻഡ്സ്, മെക്സിക്കോ, ഗ്രീസ്. സഞ്ചാരം വോളിയം നമ്പർ 18. ഫുൾ HDയിലുള്ള ഈ അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം സ്വന്തമാക്കാൻ സഞ്ചാരം എന്ന് SMS ചെയ്യൂ. ഫോൺ 99544422. പോർച്ചുഗീസുകാരുടെ കാലത്താണ് ഈ നാട്ടുകാരുടെ പരമ്പരാഗത ഭക്ഷണങ്ങൾ പലതും മാറിയത്. പോർച്ചുഗീസ് ശൈലിയിലുള്ള ഭക്ഷണങ്ങളിലേക്ക് അവർ ക്രമേണ മാറി. ചോറും കറികളും അന്നും ഇന്നും തുടർന്നു പോന്നു. ഇപ്പോൾ വേമാസി നദിക്ക് കുറുകെയുള്ള പാലത്തിലേക്ക് കയറിയിരിക്കുന്നു. വേമാസി ബ്രിഡ്ജ് കഴിയുന്നതോടുകൂടി വേമാസി പട്ടണത്തിലേക്കെത്തുന്നു. എല്ലാ ഗ്രാമത്തിലും നിരവധി പള്ളികളുണ്ട്. വേമാസിയുടെ ഒരു അങ്ങാടിയൊക്കെയാണ് ഈ പ്രദേശം. സർക്കാർ ഓഫീസുകളും സ്കൂളുകളുമൊക്കെ വേമാസിയിലുണ്ട്. ഈ വേമാസിയിലാണ് ഗ്രാമത്തിലെ കുട്ടികളൊക്കെ പഠിക്കാൻ വരുന്നത്. ഇലക്ട്രിക് ഓട്ടോകളുടെ ഒരു സ്റ്റാൻഡുണ്ട്. വീണ്ടും കുറച്ചുകൂടി യാത്ര ചെയ്ത് കഴിയുമ്പോഴേക്കും മറ്റൊരു നദിക്കു കുറുകെയുള്ള പാലത്തിലേക്കെത്തുന്നു. മനുലെയ്ഡൻ എന്ന നദിയും മനുലെയ്ഡൻ ബ്രിഡ്ജുമാണിത്. മഴക്കാലം കഴിഞ്ഞിട്ട് അധികമായില്ലെങ്കിലും നദി ഏതാണ്ടൊക്കെ വരണ്ടു കഴിഞ്ഞു. യാത്ര തുടരുമ്പോൾ ഞാൻ വീണ്ടും ചിന്തിക്കുന്നത് ഇവരുടെ ഭക്ഷണ വൈവിധ്യങ്ങളെക്കുറിച്ചാണ്. ചോളവും ബീൻസും മത്തങ്ങയുമൊക്കെ ചേർത്തുണ്ടാക്കുന്ന ബട്ടർ ഡാൻ എന്ന ഒരു വിഭവമുണ്ട്. ഇവരുടെ ഏറ്റവും ജനപ്രിയമായ ഒരു ഭക്ഷണമാണത്. അതുപോലെ തന്നെ തക്കാളി, പുതിന, നാരങ്ങ, ഉള്ളി ഇവയൊക്കെ ചേർത്തുണ്ടാക്കുന്ന സോസായ ബഡു. ഇവർക്കൊരു കള്ളുണ്ട്. പുളിപ്പിച്ച അരിയിൽ നിന്നും ഉണ്ടാക്കുന്ന തപ്പായി എന്ന പാനീയമാണ് ഇവരുടെ കള്ള്. ഇവരുടെ ഭക്ഷണത്തിന്റെ ഒരു പ്രധാന ഭാഗം തന്നെയാണ് ഈ കള്ള്. ചെറിയൊരു ലഹരിയുള്ള പാനീയം. കാരിൽ എന്നു പേരുള്ള ചിക്കൻ കറി, പന്നിയിറച്ചിയും ബീൻസുമെല്ലാം ചേരുന്ന ഫിജോഡ, അങ്ങനെ പ്രത്യേകതയുള്ള നിരവധി വിഭവങ്ങൾ ഇവർക്കുണ്ട്. തേങ്ങ കൊണ്ടുണ്ടാക്കുന്ന ബിബിങ്കാണ് ഇവരുടെ ഡെസേർട്ട്. ഞങ്ങൾ വീണ്ടും മറ്റൊരു ഗ്രാമത്തിൽ ചെന്നിറങ്ങി. അവിടുത്തെ പലചരക്ക് പീടികയൊക്കെയാണ് മുന്നിൽ കാണുന്നത്. നമ്മുടെ നാട്ടിലെ പോലെ തന്നെ നിത്യോപയോഗ സാധനങ്ങളെല്ലാം പ്രദർശിപ്പിച്ചിരിക്കുന്ന ഷെൽഫ്. ഈ ഗ്രാമത്തിന്റെ പേര് ബൂക്കോളി എന്നാണ്. ബൂക്കോളിയിലെ വീടുകളുടെ രൂപഭാവങ്ങൾ വ്യത്യസ്തമാണ്. ചുവരിന് ചില ഭാഗത്തൊക്കെ പനന്തണ്ടും മേൽക്കൂരയ്ക്ക് തകരവും ഉപയോഗിച്ചിരിക്കുന്നു. കട്ടകെട്ടിപ്പണിത് പ്ലാസ്റ്റർ ചെയ്ത ചുവരുകൾ. മുറ്റത്ത് ഒരു ഡിഷ് ആന്റീന സ്ഥാപിച്ചിരിക്കുന്നു. ആ വീടും പിന്നിട്ട് മുന്നോട്ടു പോകുമ്പോൾ വ്യത്യസ്തമായ രീതിയിൽ പണിത ഒരു കെട്ടിടം കാണാം. അത് കാണാനാണ് ഞങ്ങൾ ഇവിടെ ഇറങ്ങിയത്. ആ കെട്ടിടത്തിന്റെ പേര് ഉമാലുളിക് എന്നാണ്. ഉമാലുളിക് ഇവരുടെ പാരമ്പര്യത്തിന്റെ പ്രതീകമാണ്. നൂറ്റാണ്ടുകളായി തിമോറിന്റെ ഓരോ ഗ്രാമത്തിലും ഇത്തരത്തിൽ ഓരോ ഉമാലുളിക്കെങ്കിലും ഉണ്ടാകും. പൂർവികരും ഇന്നത്തെ തലമുറയുമായിട്ട് ബന്ധപ്പെടുത്തുന്ന നിർമ്മിതി എന്നാണ് ഇതിനെ വിശേഷിപ്പിക്കുന്നത്. അതായത് ഇവരുടെ ഗ്രാമസഭ കൂടുന്ന സ്ഥലം. ഞങ്ങൾ ഉമാലുളിക്കിന്റെ ചിത്രം പകർത്തിക്കൊണ്ടിരിക്കുമ്പോൾ അതെന്താണെന്നറിയാൻ വന്നതാണ് ഇദ്ദേഹം. പരിചയപ്പെട്ടു. പേര് അലിപ്പി. അലിപ്പിക്കൊരു പ്രത്യേകതയുണ്ട്. ഇദ്ദേഹത്തിന്റെ അച്ഛനാണ് ഈ ഗോത്രഗ്രാമത്തിന്റെ മൂപ്പൻ. ഞങ്ങൾ കുറെ നേരം വർത്തമാനം പറഞ്ഞിരുന്നു. അലിപ്പി എന്ന് പറയുന്ന ഒരു പട്ടണം എന്റെ നാട്ടിലുണ്ടെന്ന് ഞാൻ പറഞ്ഞത് അദ്ദേഹത്തിന് ഇഷ്ടമായി. അലിപ്പിയോട് അനുവാദം വാങ്ങിച്ച് ഞാൻ ആ ഉമാലുളിക്കിന്റെ അകത്തേക്ക് നടന്നു. ഓലമേഞ്ഞ് ചുറ്റും മുള പരത്തിയടിച്ച് ചുവരുകൾ പണിത ഒരു ചെറുകെട്ടിടം. അതിനുള്ളിലേക്ക് കയറി ചെല്ലുമ്പോൾ പല തട്ടുകളിലായിട്ടാണത്. താഴെ ഒരു തട്ടുണ്ട്. അതിനെ ഒരു തുണി കെട്ടി മറച്ചിട്ടുണ്ട്. ഉമാലുളിക് എന്ന് പറയുന്നത് വിശുദ്ധ ഭവനങ്ങളാണ്. ഈസ്റ്റ് തിമോറിലെ ഫത്താലുക്കു ജനതയാണ് ഇത്തരം ഭവനങ്ങൾ പണിതിരുന്നത്. ഉമ എന്ന വാക്കിന് വീട് എന്നേ അർത്ഥമുള്ളൂ. എന്നാൽ ഉമാലുളിക് ഒരു സാധാരണ വീടോ കെട്ടിടമോ ആയിട്ട് കണക്കാക്കാനാവില്ല. അത് പ്രത്യേക അവസരത്തിലുള്ള ഒത്തുചേരലിനും ആഘോഷത്തിനും മാത്രമായിട്ട് പണിതു വച്ചിരിക്കുന്നതാണ്. മരിച്ചവരും ജീവിച്ചിരിക്കുന്നവരും തമ്മിലുള്ള ബന്ധം ഉറപ്പിക്കുന്ന ഒരിടമായിട്ടാണ്
ഈ വിശുദ്ധ കുടിലുകൾ വിശേഷിപ്പിക്കപ്പെടുന്നത്. പൂർത്തിയായ ഒരു ഉമാലുളിക്കിന് 10 മുതൽ 20 വർഷം വരെ കേടുകൂടാതെ നിൽക്കാൻ പറ്റും. തുടർന്ന് അവ പ്രത്യേക ചടങ്ങുകളോടെ പൊളിച്ചുമാറ്റും. അതേ സ്ഥലത്ത് വേറൊന്ന് നിർമ്മിക്കുകയും ചെയ്യും. ഇത്തരത്തിലുള്ള പുനർനിർമ്മാണം പിതൃക്കളും ജീവിച്ചിരിക്കുന്നവരും തമ്മിലുള്ള ബന്ധത്തെ ഊട്ടി ഉറപ്പിക്കുന്നതിനാണെന്നാണ് ഇവർ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് തന്നെ കുടിലിന്റെ നിർമ്മാണവേളയിൽ ഓരോ കുടുംബത്തിലെയും ഏറ്റവും പ്രായം കുറഞ്ഞ അംഗത്തെ അതിൽ പങ്കെടുപ്പിക്കും. ഒരു കുടുംബത്തിന് മാത്രമായും ഒരു സമൂഹത്തിന് മൊത്തമായിട്ടും ഇത്തരത്തിൽ ഉമാലുളിക്കുകളുണ്ട്. കോളനി വാഴ്ചക്കാലത്ത് പോർച്ചുഗീസുകാർ ഉമാലുളിക്കിന്റെ പ്രാധാന്യം മനസ്സിലാക്കി അത് നിലനിർത്താൻ ശ്രമിച്ചിരുന്നു. എന്നാൽ 2ാം ലോകമഹായുദ്ധകാലത്തും ജാപ്പനീസ് അധിനിവേശ കാലത്തും പിന്നീട് ഇന്തോനേഷ്യൻ പട്ടാളത്തിന്റെ വരവിലുമൊക്കെ ഇവിടെ ഉണ്ടായിരുന്ന നിരവധി ഉമാലുളിക്കുകൾ തകർക്കപ്പെട്ടു. ഇന്ന് രാജ്യത്തെ പരമ്പരാഗത വാസ്തുവിദ്യയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണമായിട്ട് നിലകൊള്ളുകയാണ് ഉമാലുളിക്കുകൾ. ഞാൻ വീണ്ടും അലിപ്പിയുമായിട്ട് സംസാരിച്ചു. അച്ഛൻ ആ ഉമാലുളിക്കിനകത്ത് ഉറങ്ങുന്നുണ്ടായിരുന്നു അത്രേ. ആ തുണിക്കർട്ടൻ ഇട്ടതിനകത്ത് പുള്ളി ഉറങ്ങുകയായിരുന്നു. പെഡ്രോ ഡാ സിൽവ എന്നാണ് അച്ഛന്റെ പേര്. അങ്ങനെ ഇരിക്കുമ്പോൾ വേറൊരാൾ കൂടി വന്നു. ഈ ഗ്രാമത്തിലെ ആള് തന്നെയാണ്. അദ്ദേഹത്തിന്റെ പേര് ഡൊമിംഗോസ് ഡാ സിൽവ എന്നാണ്. മീൻ കച്ചവടമാണ് പണി. അച്ഛൻ പെട്രോ ഡാ സിൽവയെ ഒന്ന് കാണാൻ പറ്റുമോ എന്ന് ചോദിച്ചപ്പോൾ വിളിച്ചുണർത്തുന്നത് മൂപ്പർക്ക് ഇഷ്ടമില്ല എന്ന് മറുപടി കിട്ടിയതുകൊണ്ട് ഞങ്ങൾ തിരിച്ചു നടന്നു. പ്ലാസ്റ്റർ ചെയ്യാത്ത സിമന്റ് കട്ട കൊണ്ട് കെട്ടിയ വീടുകളൊക്കെ പിന്നിട്ടാണ് നടക്കുന്നത്. ഡിഷാൻഡിനെയാണ് ആധുനികതയുടെ സൂചനയായിട്ട് വീട്ടുമുറ്റത്തെല്ലാം വിരിഞ്ഞു നിൽക്കുന്നത്. ഞങ്ങൾ തിരിച്ച് റോഡിലേക്ക് നടന്നു. മുൻപേ ജോണും പ്രേമും പോകുന്നുണ്ട്. ഈ ഗ്രാമത്തിന്റെ നിത്യോപയോഗ സാധനങ്ങളെല്ലാം വിൽക്കുന്നത് ആ കാണുന്ന കടകളിലാണ്. നഗരജീവിതത്തിന്റെ മടുപ്പുകളിൽ നിന്നൊക്കെ അകന്ന് ഒരു 4-5 ദിവസം ഇത്തരം ഉൾഗ്രാമങ്ങളിൽ വന്ന് താമസിക്കാൻ നമുക്ക് തോന്നിപ്പോകും. ജോൺ കാറെടുത്തു. ജോൺ ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ട്, നമ്മൾ ഇനിയും താമസിക്കരുത്. താമസിച്ചാൽ ബൗക്കാവൂൽ എത്തുമ്പോഴേക്കും നേരമിരുട്ടും. അവിടുത്തെ കാഴ്ചകളൊന്നും കാണാൻ പറ്റാതെയാവും. അങ്ങനെ വേഗത്തിൽ കാർ വിടുകയാണ്. പോകുന്ന വഴിക്ക് ചുറ്റുമുള്ള കാഴ്ചകളൊക്കെ കേരളത്തെയാണ് നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. തെങ്ങുകൾ, വാഴകൾ ഒക്കെ വളർന്നു നിൽക്കുന്ന തൊടികൾ. കടന്നുപോകുന്ന കാറുകൾ ഫോർച്യൂണർ പോലുള്ള ആധുനിക കാറുകൾ തന്നെയാണ്. ഇന്നോവ പോലുള്ള വാഹനങ്ങളുണ്ട്. നമ്മുടെ നാട്ടിലേതുപോലെ ധാരാളം ബൈക്കുകളുണ്ട്. ഈ രാജ്യം വളരെ പിന്നിലാണെന്ന് ഇത്തരം ഹൈവേകളിലൂടെ സഞ്ചരിക്കുമ്പോൾ നമുക്ക് തോന്നുകയേയില്ല. എന്നാൽ ഉൾഗ്രാമങ്ങളിലേക്ക് ചെല്ലുമ്പോഴാണ് ഇവരുടെ ദാരിദ്ര്യത്തിന്റെ യഥാർത്ഥ കാഴ്ചകൾ കാണുന്നത്. തെങ്ങും പ്ലാവും മാവുമൊക്കെ ഉള്ള തൊടികൾ, പച്ചപ്പിന്റെ സമൃദ്ധമായ കാഴ്ചകളാണ്. ഇടയ്ക്ക് വഴിയോരങ്ങളിൽ ഇത്തരം ചന്തകളുണ്ട്. അവിടെ പച്ചക്കറികളും ഈ ഗ്രാമത്തിൽ വിളയുന്ന ഭക്ഷ്യവിഭവങ്ങളുമൊക്കെയാണ് വിൽക്കാൻ വെച്ചിരിക്കുന്നത്. അത്തരമൊരു ഗ്രാമത്തിൽ വണ്ടി നിർത്തി ഞാനൊന്നിറങ്ങി. അവിടെയും ഫോർച്യൂണറിലൊക്കെ വന്ന നഗരവാസികൾ ഇത്തരം പച്ചക്കറികൾ വാങ്ങിക്കൊണ്ടു പോകാൻ ഇറങ്ങിയിട്ടുണ്ട്. ഇവിടെ വിൽക്കുന്നതിൽ പ്രധാന വസ്തുക്കൾ മധുരക്കിഴങ്ങ്, ഉരുളക്കിഴങ്ങ്, മത്തൻ, ചില കിഴങ്ങ് വർഗ്ഗങ്ങൾ, വാഴപ്പഴം എന്നിവയൊക്കെയാണ്. അതൊക്കെ ഓരോ പാത്രങ്ങളിൽ അളന്നു വെച്ചിരിക്കുന്നു. ഓരോ പാത്രത്തിനാണ് വില. വെള്ളരിക്കായുണ്ട്, ചോളമുണ്ട്, ഇങ്ങനെ പലതുമുണ്ട്. കച്ചവടക്കാർ അപൂർവമായിട്ടേ ഇവിടെ നിൽക്കുന്നുള്ളൂ. ഈ നിൽക്കുന്നയാള് തന്നെ പല കടകളുടെ ചുമതലക്കാരനാണ്. അദ്ദേഹത്തെ ഒന്ന് പരിചയപ്പെട്ടു. ഇംഗ്ലീഷിൽ പേര് ചോദിച്ചത് എന്താണെന്ന് മൂപ്പർക്ക് മനസ്സിലായില്ല. ഒടുവിൽ പറഞ്ഞു അലക്സു എന്നാണെന്ന്. വീട് എവിടെയാണ്? ഇതിന്റെ വില എത്രയാണ്? എങ്ങനെയാണ് കച്ചവടം? ഒന്നും മൂപ്പർക്ക് മനസ്സിലാവുന്നില്ല എന്ന് തലയാട്ടി. വേറെ കുറെ ആളുകൾ സാധനങ്ങൾ ധാരാളമായി വാങ്ങി വണ്ടിക്കകത്ത് നിറയ്ക്കുന്നുണ്ട്. ഇത്തരം ഗ്രാമങ്ങളിലൊക്കെ കർഷകർ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം ഇവരുണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങൾക്ക് വിപണി കണ്ടുപിടിക്കലാണ്. നഗരത്തിൽ കൊണ്ടുപോയാൽ നല്ല വില കിട്ടും. പക്ഷേ അതിനുള്ളൊരു സംവിധാനം പല ഗ്രാമക്കാർക്കുമില്ല. അതുകൊണ്ടാണ് കർഷകർ തന്നെ അവരവരുടെ ഗ്രാമങ്ങളിൽ ഇത്തരത്തിൽ വഴിയോര ചന്തകൾ ഉണ്ടാക്കി ഉൽപ്പന്നങ്ങൾ വിൽക്കാൻ വന്നു നിൽക്കുന്നത്. നമ്മുടെ നാട്ടിലെ ചേമ്പ്, കാച്ചിൽ പോലുള്ള സാധനങ്ങൾ, മധുരക്കിഴങ്ങ്, ഉരുളക്കിഴങ്ങ് ഇതൊക്കെയാണ് പ്രധാനമായിട്ടും വിൽക്കുന്നത്. ഇവിടുത്തെ ഒരു പ്രധാന കൃഷി മധുരക്കിഴങ്ങിൻ്റെതാണ്. പച്ചക്കറികളും ധാരാളമായിട്ട് വിളയുന്നുണ്ട്. ഞാൻ രണ്ടു വശത്തെയും ചന്ത കണ്ടുകൊണ്ട് കുറച്ചു നേരം നടന്നു. ജോണും പ്രേമും വണ്ടിയിൽ തന്നെയാണ്. ഇതാണ് പുതിയ കാലത്തെ വീടുകളുടെ ഒരു രൂപം.
ഞങ്ങൾ യാത്ര തുടർന്നു. സൂര്യൻ പടിഞ്ഞാറേ ചക്രവാളത്തിൽ താഴാൻ റെഡിയായി അങ്ങനെ നിൽക്കുകയാണ്. അതുകൊണ്ട് കുറച്ച് തിരക്കിട്ട് യാത്ര ചെയ്ത് ഞങ്ങൾ ബൗക്കാവു നഗരത്തിലേക്ക് ഹൈവേ തിരിയുന്ന ഭാഗത്തേക്കെത്തി. വലത്തേക്ക് കിഴക്കൻ തിമോറിന്റെ കിഴക്കൻ ഭാഗത്തേക്ക് പോകുന്ന പാതയാണ്. ഇടത്തേക്ക് തിരിഞ്ഞാൽ ബൗക്കാവു നഗരത്തിലെത്താം. ബൗക്കാവു മുനിസിപ്പാലിറ്റിയുടെ ഒരു ചിഹ്നം ഞങ്ങളെ സ്വീകരിക്കാൻ അവിടെ വെച്ചിട്ടുണ്ട്. ബൗക്കാവു നഗരത്തിലേക്കുള്ള പാത അത്ര നല്ലതല്ല. പൊട്ടിപ്പൊളിഞ്ഞ വീതി കുറഞ്ഞ ഒരു പാതയാണ്. നമ്മുടെ നാട്ടിൻ പുറത്തെ ഒരു പഞ്ചായത്ത് റോഡിന്റെ പോലും മികവില്ലാത്തൊരു പാത. മധ്യ ഈസ്റ്റ് തിമോറിലെ ഒരു പ്രധാന പട്ടണത്തിലേക്കുള്ള പ്രധാന പാതയാണ് ഇതെന്ന് ഓർക്കണം. നൂറ്റാണ്ടുകളുടെ മുൻപത്തെ രൂപത്തിലും ഭാവത്തിലും ഇത് ഇപ്പോഴും കിടക്കുകയാണ്. എതിരെ ഒരു വാഹനം വന്നാൽ നമ്മൾ ടാറിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങേണ്ടി വരും. ഞങ്ങൾ ഇതുവരെ സഞ്ചരിച്ച ആ മനോഹരമായ ഹൈവേയും 2-3 വർഷം മുൻപ് വരെ ഇങ്ങനെയൊക്കെ തന്നെയാണ് കിടന്നിരുന്നത്. ഇതിനേക്കാൾ ദയനീയ അവസ്ഥയിലായിരുന്നുവെന്നാണ് പ്രേമും ജോണും പറയുന്നത്. ബൗക്കാവു നഗരത്തിലേക്ക് പ്രവേശിക്കുകയാണ്.